അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ ഒരു ധ്യാനത്തിനായിട്ട് ഞാൻ ഒരു വചനം വായിക്കട്ടെ. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന 2 വാക്കുകൾ ഈ വചനത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 1, ദൈവം ആരാണ്? അവൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. 2, ദൈവം ആരാണ്? നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. നാം ക്ഷീണിച്ചു പോകുമെന്നും വഴിയിൽ തളർന്നു പോകുമെന്നും നമ്മുടെ ജീവിതത്തിൽ ആ സന്ദർഭങ്ങളിൽ നമ്മെ സഹായിക്കുവാൻ ആരുമില്ല എന്നും അറിയാമെന്നവനായ കർത്താവ് ആ ദൈവം തന്റെ വചനത്തിൽ കൂടെ പറയുന്നു, ഞാൻ നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മെ ശക്തി നൽകുന്ന ദൈവം. നമ്മൾ വീണു പോകുമ്പോൾ, നമ്മൾ തളർന്നു വീഴുമ്പോൾ നമ്മുടെ കരത്തെ പിടിച്ച് നമ്മെ എഴുന്നേൽപ്പിച്ച് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ബലം നൽകുന്ന ഒരു കർത്താവിനെയാണ് നാം ഇന്ന് പകൽക്കാലം അറിയുന്നത്. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിങ്ങളെ ശക്തീകരിക്കും. 2, ദൈവം നിങ്ങളെ സഹായിക്കും. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിങ്ങൾക്ക് വേണ്ട സഹായത്തിന്റെ കരം ദൈവം നീട്ടാൻ പോകുകയാണ്. വൈദ്യപുരത്തിന്റെ വായതി വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കുന്ന ദൈവമാണ്. പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ഉപവാസത്തോടും ആരാധനയോടും ദൈവസന്നിധിയിൽ നിങ്ങൾ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും സഹായകനായി ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളെ ശക്തീകരിച്ച് പ്രതികൂലത്തിന് ചില മതിലുകളെ ചാടിക്കിടക്കുവാൻ, നിങ്ങൾക്കാരും സഹായത്തിനില്ല എന്ന് കരുതി നിൽക്കുന്ന സ്ഥാനത്ത് സഹായത്തിന്റെ കരമായി നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്ന് നിങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് ധൈര്യപ്പെടുമോ? ശക്തി നൽകുന്ന ദൈവം, സഹായം നൽകുന്ന ദൈവം. അതുകൊണ്ടാണ് സംഗീതകാരൻ പറഞ്ഞു, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ദൈവത്തിന്റെ മക്കളെ, മനുഷ്യരെ നിങ്ങൾ ആശ്രയിക്കരുത്. മനുഷ്യപുത്രന്മാരും മനുഷ്യരിലോ നിങ്ങൾ ആശ്രയിക്കരുത്. അവർ നിങ്ങളെ വഴിയിൽ ഇട്ടിട്ട് പോകും. പക്ഷെ സഹായിക്കുന്ന ഒറ്റ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരത്തിൽ പിടിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ ഇന്ന് പകൽക്കാലം അത് ദൈവത്തോട് പറ. ദൈവം ശക്തി നൽകും, ദൈവം സഹായിക്കും. വഴിയിൽ തളർന്നിരുന്നു പോയ ഏലിയാവിന് കാക്കി അയച്ച് ആഹാരം കൊടുത്തുവിട്ട് തന്റെ ഭക്തനെ ബലപ്പെടുത്തിയവനായ ദൈവം. സഹായത്തിന്റെ കരമായി അനേക മേഖലകളിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് സഹായകനായി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് നിങ്ങളെ ആരും സഹായിക്കാത്ത മേഖല? അവിടെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ, തീയിൽ കൂടെ പോകുമ്പോൾ, നിങ്ങൾ പ്രതികൂലമായ സ്ഥാനത്ത് രോഗശൈലിയിൽ കിടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ കരത്തെ പിടിച്ചു പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ വേണം. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിച്ച് സഹായിച്ച് നടത്താൻ പോകുന്നു. ആകയാൽ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ പകൽക്കാലം ആര് സഹായിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കും. ആര് നിങ്ങളോട് നല്ല വാക്ക് പറഞ്ഞു തന്നില്ലെങ്കിലും എൻ്റെ ദൈവം നല്ല വാക്ക് പറഞ്ഞ് നിങ്ങളെ ബലപ്പെടുത്താൻ പോകുക. വിശ്വസിച്ച് നിങ്ങൾ മുൻപോട്ട് പോകും. എന്തിന് നിങ്ങൾ ഭാരപ്പെടണം? എന്തിന് നിങ്ങൾ കരയണം? നിങ്ങൾ മുൻപോട്ട് പോകും. മോശയോട് ദൈവം പറഞ്ഞു, എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ഇസ്രായേൽ ജനത്തോട് നീ പറ, നീ ധൈര്യം കൊണ്ട് മുൻപോട്ട് പോകുവാൻ പറയാം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പറ, നമ്മൾക്കൊരു ദൈവമുണ്ട്. നമ്മെ സഹായിപ്പാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കളോട് പറ, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾ പറ, നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് പറ. സ്തോത്രം. ദൈവം നിങ്ങളെ സഹായിക്കും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.